എല്ലാവർക്കും നമസ്കാരം. ശിവഗിരി ചരിത്രം അധ്യായം 7 ശാരദാ മഠം തുടർച്ച. ശിവഗിരിയിലെ ശാരദാ മഠ പ്രതിഷ്ഠ വരെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയത്. അതിനോടനുബന്ധിച്ച് SNDP യോഗത്തിൻ്റെ 9ാം വാർഷികവും കായിക മത്സര വിനോദവും വിദ്യാർത്ഥി മഹിളാ സമ്മേളനങ്ങളും ആറാട്ടും കരിമരുന്ന് പ്രയോഗവും മറ്റും നിശ്ചയിച്ചിരുന്നു. ആ വക കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പ് ശാരദാദേവിയെക്കുറിച്ചും ശാരദാ മഠത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ശിവഗിരി ശാരദാ മഠത്തിൽ നടന്നുവരുന്ന പ്രധാനപ്പെട്ട മംഗളകർമ്മങ്ങളെക്കുറിച്ചും മറ്റും ഈ ആഴ്ചയിൽ വിവരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ശാരദാദേവിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തീർച്ചയായും തോപ്പിൽ ഭവനത്തിൽ ആദ്യം വാർത്ത ശാരദാ വിഗ്രഹം എന്തുകൊണ്ട് വീണ്ടും ഉടച്ചു വാർക്കുവാൻ ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ചുവെന്നും ശേഷം നിർമ്മിച്ച ശാരദാ വിഗ്രഹം ഗുരുദേവന് പൂർണ്ണമായും ബോധ്യമാവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിനർത്ഥം ഗുരുദേവൻ കണ്ട ഭാവന ചെയ്ത അതേ ശാരദയാണ് വർക്കല മഠത്തിലുള്ളതെന്നാണ്. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ശാരദയും സരസ്വതിയും ഒന്നു തന്നെയാണ്. എന്നാൽ ശാരദയെ സരസ്വതിയായും ദുർഗയായും ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദേവീ സങ്കല്പങ്ങളുടെയും സമൂർത്ത ഭാവമാണ് ശാരദ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില ചെറിയ പരാമർശങ്ങളിലൂടെ നമുക്ക് ശ്രീ സരസ്വതിയെയും ശാരദയെയും ഒന്ന് വിചിന്തനം ചെയ്യാം. സരസ്വതി ദേവി വേദകാലം മുതലുള്ള ദേവീ സങ്കല്പമാണ്. എന്നാൽ ശാരദാദേവിയുടെ പുരാതന ദേവീ സങ്കല്പം തുടങ്ങുന്നത് പ്രധാനമായും കാശ്മീരിലെ ശാരദാ പീഠം മുതലാണ്. ഈ സ്ഥലം ഇപ്പോൾ പാക് അധീന കാശ്മീരിലാണ്. ഹംസമാണ് സരസ്വതിയുടെ വാഹനമെങ്കിൽ ശാരദയുടെ വാഹനം സിംഹമാണ്. അതേ വാഹനം തന്നെയാണ് ദേവി ദുർഗയുടേതും ദേവി പാർവതിയുടേതും. സംഗീതത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് വീണാധാരിണിയായ ദേവി സരസ്വതിയെങ്കിൽ അറിവിൻ്റെ അമൃതാണ്, ആത്മീയ ജ്ഞാനത്തിൻ്റെ സമൂർത്ത രൂപമാണ് ദേവി ശാരദ. പുസ്തകവും കലശവും കിളിയും ചിന്മുദ്രയുമാണ് ചതുർബാഹുവരതയായ ശാരദയുടെ ഹസ്തങ്ങളിൽ. ഇത് പറഞ്ഞപ്പോഴാണ് ആദി ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു കഥ ഓർമ്മയിൽ വന്നത്. ഒരിക്കൽ ആദി ശങ്കരാചാര്യർ ദേവി സരസ്വതിയെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങിയതിൻ്റെ ഒരു കഥയുണ്ട്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ദേവിയും ആചാര്യനും തമ്മിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കപ്പെട്ടു. ആചാര്യൻ മുൻപിലും ദേവി സരസ്വതി പിന്നിലായും നടക്കുക എന്നുള്ളതും യാത്രയിൽ ഒരിക്കൽ പോലും ശങ്കരാചാര്യർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്നുള്ളതുമായിരുന്നു വ്യവസ്ഥ. യാത്രയിലുടനീളം ദേവിയുടെ പാദത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള പാദസരത്തിൽ നിന്നും ഉള്ള ശബ്ദം ശങ്കരാചാര്യർ കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ കർണാടകയിലെ മൂകാംബികയിലെത്തപ്പോൾ ശബ്ദം നിലച്ചതുപോലെ ശങ്കരാചാര്യർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അറിയാതെ ശങ്കരാചാര്യർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി, സരസ്വതി ദേവി കൂടെയുണ്ടോ എന്നറിയാൻ. ശങ്കരാചാര്യർ വ്യവസ്ഥ ലംഘിച്ചതുമൂലം ഉടൻ തന്നെ ദേവി സരസ്വതി യാത്ര മതിയാക്കി അവിടെ തന്നെ നിൽപ്പായി. പിന്നെ ആചാര്യർക്ക് മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. ദേവി സരസ്വതിയെ ശങ്കരാചാര്യർ അവിടെ മൂകാംബികയിൽ കുടിയിരുത്തി. അങ്ങനെയാണ് പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രമുണ്ടായത്. എന്ന് മാത്രമല്ല, ആദി ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ 4 പ്രവേശന കവാടങ്ങളിലായി 4 ദേവിമാരെ പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് കർണാടകയിൽ ശൃംഗേരിയിൽ ശാരദാപീഠം, വടക്ക് ഉത്തരാഖണ്ഡിൽ ജ്യോതിർമാത, കിഴക്ക് പുരി ഒഡീസയിൽ ഗോവർദ്ധനമാത, പിന്നെ പടിഞ്ഞാറ് ദ്വാരക ഗുജറാത്തിൽ ദ്വാരകയിലെ ശാരദാപീഠം. ഭാരതത്തിൻ്റെ 4 പ്രവേശന കവാടങ്ങളിലായി ദേവിമാരെ പ്രതിഷ്ഠിച്ചതിൽ 2 ശാരദാദേവിയുടെ പ്രതിഷ്ഠകളായിരുന്നു. അതിനർത്ഥം ശാരദാംബയുടെ അനുഗ്രഹ വർഷം ഭാരതവർഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാകണമെന്നൊരു പക്ഷേ ആദിശങ്കരൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ ജഗദ്ഗുരുവിൻ്റെ കൈകളാൽ കേരളത്തിൽ പ്രതിഷ്ഠ നടത്തേണ്ടിയിരുന്ന സരസ്വതിയെ, ശ്രീ ശാരദയെ, ഗുരുദേവ തൃക്കൈകളാൽ
ശ്രീ ശാരദയായി ദക്ഷിണ കൈലാസമായ ശിവഗിരിയിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു വിധി കൽപ്പിതമായത്. അങ്ങനെ അനുഗ്രഹീതമായ ചിത്രാ പൗർണമി നാളിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ വർക്കല ശിവഗിരിയിൽ ശാരദാ മഠത്തിൽ ശാരദാദേവി പ്രതിഷ്ഠിക്കപ്പെട്ടു. ഇത്രമാത്രം സൂക്ഷ്മതയോടും തയ്യാറെടുപ്പുകളോടും കൂടി ഗുരുദേവൻ മറ്റൊരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാകില്ല. അപ്പോൾ പ്രതിഷ്ഠ നടത്തിയ സമയത്തിനും വളരെ പ്രത്യേകതകൾ കാണുമല്ലോ. അതുകൊണ്ടാണ് ചിത്രാ പൗർണമി നാളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കുവാൻ ഇടയായത്. ഹിന്ദു കലണ്ടറിലെ ചിത്തിര മാസത്തിലെ പൗർണമി ദിവസമാണ് ചിത്ര പൗർണമി. മനുഷ്യരുടെ കർമ്മഫലങ്ങളുടെ കണക്കുകൾ സൂക്ഷിക്കുന്ന ചിത്രഗുപ്തനെ ആരാധിക്കുന്നതിനും ആത്മപരിശോധന നടത്തുന്നതിനും കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും തെറ്റുകൾ തിരുത്തി നല്ല വഴിയെ നടക്കുവാനുമുള്ള പ്രതിജ്ഞ എടുക്കുവാനും പറ്റിയ സുദിനമാണ് ചിത്ര പൗർണമി നാൾ. അഹിംസയുടെ പ്രവാചകനായ മനുഷ്യ നന്മയ്ക്കു വേണ്ടി അഷ്ടാംഗ മാർഗങ്ങളും മറ്റും പഠിപ്പിച്ച ഭഗവാൻ ശ്രീബുദ്ധൻ്റെ ജനനവും നിർവ്വാണവും പരിനിർവ്വാണവും സംഭവിച്ചതും ചിത്ര പൗർണമി നാളിലാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെ വത്സല ശിഷ്യനായ മഹാകവി കുമാരനാശാൻ്റെ ജനനവും ചിത്ര പൗർണമി നാളിലായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ടാകാം ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠ നടത്തുവാൻ ഈ പുണ്യതിഥി തന്നെ തിരഞ്ഞെടുത്തതും. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന വൈദിക താന്ത്രിക കർമ്മങ്ങളൊന്നും ശാരദാ മഠത്തിലില്ലെന്ന് തന്നെ പറയാം. ദേവിക്ക് അഭിഷേകമോ നിവേദ്യമോ ഒന്നും ആവശ്യമില്ല. ഉത്സവം, ശ്രീഭൂതബലി, എഴുന്നള്ളത്ത് തുടങ്ങിയ ആചാരങ്ങളൊന്നുമില്ല. ശിവഗിരി ശാരദാ മഠത്തിലെ ആരാധനാക്രമങ്ങളെക്കുറിച്ചും ഗുരുദേവൻ വളരെ വ്യക്തമായി നിഷ്കർഷിക്കുകയുണ്ടായിട്ടുണ്ട്. ശാരദയ്ക്ക് വെള്ളവും പൂവും കൊടുത്താൽ മതി. വിദ്യാദേവതയുടെ 108 മന്ത്രങ്ങൾ ചൊല്ലിയുള്ള പ്രാർത്ഥന, ശ്രീ ശാരദാ പുഷ്പാഞ്ജലി അതും വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാരദാദേവിയുടെ അനുഗ്രഹം ആഗ്രഹിച്ച് ശിവഗിരിയിലെത്തുന്ന ഭക്തജനങ്ങൾ നടത്തുന്ന പ്രാർത്ഥന മാത്രമാണ് അവിടെ നടത്തപ്പെടുന്ന വൈദിക കർമ്മം. കൂടാതെ ശ്രീ ശാരദ സഹസാർച്ചനയും ശാരദാ മഠത്തിൽ നടന്നു വരുന്നുണ്ട്. ശാരദാ മഠത്തിലെ ആദ്യത്തെ വൈദികാചാര്യൻ ശ്രീ ശങ്കരൻ പരദേശി സ്വാമികളായിരുന്നു. അദ്ദേഹമാണ് ശ്രീനാരായണീയരുടെ വൈദികാചാര്യർ. അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് പരിപാവനമായ ശിവഗിരി വൈദിക മഠം. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ച പ്രശിഷ്യ പരമ്പരകളാണ് ശ്രീനാരായണ ഗുരുദേവ വൈദിക പരമ്പരയായി ഇന്നും കാണുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ. പരദേശി സ്വാമികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ പങ്കുവയ്ക്കുവാനുണ്ട്. അത് പിന്നൊരിക്കലാകാം എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ശാരദ മാതൃരൂപിയും ധർമാർത്ഥ കാമ മോക്ഷദായിനിയുമാണല്ലോ. അതുകൊണ്ട് തന്നെ ശാരദാംബയുടെ മുന്നിൽ വെച്ച് നടത്തപ്പെടുന്ന എല്ലാ ചടങ്ങുകളും വളരെ ശ്രേഷ്ഠമാണ്. അവിടെ വെച്ച് കുട്ടികളുടെ ചോറൂണ്, നാമകരണം, വിദ്യാരംഭം എന്നിവ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ വെച്ചുള്ള വിവാഹം നിഷിദ്ധമായിരുന്നു. അതിനും മാറ്റം വരുത്തിയ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ശാരദാ മഠത്തിൽ വെച്ച് ഒരു വിവാഹത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വെച്ചും വിവാഹം നടത്താം എന്ന് ഗുരുദേവൻ വിളംബരം ചെയ്തു. ആ വിവാഹത്തിനും ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു മിശ്ര വിവാഹമായിരുന്നു എന്ന് മാത്രമല്ല, അത് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ കല്യാണം കൂടിയായിരുന്നു. ജർമ്മൻകാരിയായ മാർഗരറ്റും കൊല്ലം പറവൂർ സ്വദേശിയായ കരുണാകരൻ തമ്മിലുള്ളതായിരുന്നു ആ വിവാഹം. അത് വെറുമൊരു വിവാഹം മാത്രമല്ലായിരുന്നുവല്ലോ, 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള സമന്വയമായിരുന്നില്ലേ അത്. അന്ന് അവിടെ വെച്ച് ഗുരുദേവൻ അരുളി ചെയ്തിട്ടുണ്ട്, പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകം ഒന്നായി തീരുന്നൊരു കാലമുണ്ടാകുമെന്ന്. ഇന്നത് എത്രമാത്രം സത്യമായി ഭവിച്ചു. ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് സാങ്കേതിക വിദ്യയുടെയും ആവിർഭാവത്തോടുകൂടി ലോകം ഒരു വിരൽത്തുമ്പിൽ ഒതുങ്ങിയ അവസ്ഥയല്ലേ ഇന്ന്. പലവിധ യാത്രാ സംവിധാനങ്ങൾ മൂലം ലോകത്തിൻ്റെ ഏതു ഭാഗത്തും മനുഷ്യൻ എത്തിച്ചേരാം എന്നുള്ള അവസ്ഥയായില്ലേ. ഉദാഹരണമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഭൂപടത്തിൽ കേരളത്തിൽ നേർ വിപരീത ദിശയിലുള്ള ഒരു ദേശത്തിരുന്നു കൊണ്ടാണ്. അമേരിക്കയിൽ ടെക്സസിൽ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും പല ദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ ആയിരിക്കുമല്ലോ ഇപ്പോൾ. പക്ഷേ നമ്മൾ എത്ര നിസ്സാരമായി വ്യക്തമായി ഇന്നത്തെ ഈ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ആശയവിനിമയം നടത്തുന്നു. പറഞ്ഞു വന്നപ്പോൾ ഈ വീഡിയോ
കുറച്ചേറെ നീണ്ടുപോയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം നടന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ വിവരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം നടന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്നെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ തൽക്കാലം ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.